ടീച്ചർ നൽകിയിട്ടുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിന് അഥവാ വർക്കുകൾക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥി പ്രതികരിക്കേണ്ടത് എന്നതാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്ട്രീമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സ്ട്രീം, ക്ലാസ് വർക്ക്, പ്യൂപ്പിൾ എന്നീ 3 ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ക്ലാസ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള 3 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ആൻസർ ദി ഫോളോയിങ് എന്നീ 2 ടൈറ്റിലുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ഈ ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് വിദ്യാർത്ഥി പ്രതികരിക്കേണ്ടത് എന്നതാണ് ഞാൻ നിങ്ങളോട് വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന വർക്കിൽ നാം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോട്ട്ബുക്കിൽ ചെയ്യാവുന്നതാണ്. നോട്ട്ബുക്കിൽ ചെയ്ത വർക്ക് എങ്ങനെയാണ് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. താഴെ നമുക്കൊരു അപ്പ് ആരോ കാണാൻ പറ്റും. അതേപോലെ യുവർ വർക്ക്, നോ ഡ്യൂ ഡേറ്റ് പ്ലസ് ആഡ് വർക്ക് എന്നീ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. നോ ഡ്യൂ ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്യൂ ഡേറ്റ് നൽകിയിട്ടില്ല. ഇപ്പം ഡ്യൂ ഡേറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുവർ വർക്ക്, അറ്റാച്ച്മെൻറ്റ്സ്, നോ ഡ്യൂ ഡേറ്റ്, യു ഹാവ് നോ അറ്റാച്ച്മെൻറ്റ്സ് അപ്ലോഡഡ്, പ്രൈവറ്റ് കമൻറ്റ്സ്, ആഡ് കമൻറ്റ് ടു നെസ്ല.mk. ടീച്ചർക്ക് നമുക്ക് കമൻ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ദെൻ താഴെ ആഡ് വർക്ക്, മാർക്ക് ആസ് ഡൺ എന്നീ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ആഡ് വർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ടീച്ചർക്ക് അയക്കുന്നത്. അപ്പോൾ ആഡ് വർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡ്രൈവ്, ക്യാമറ, സ്കാനർ, അപ്ലോഡ്, ലിങ്ക്, ക്രിയേറ്റ്. ഡ്രൈവ് എന്നത് നമ്മുടെ ഡ്രൈവിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യാമറയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്കാനർ കാണാൻ പറ്റും. സ്കാനറും ക്യാമറയും തമ്മിലുള്ള ഡിഫറൻസ്, ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഒരു ഇമേജ് മാത്രമാണ് അറ്റ് എ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. സ്കാനർ ആണെങ്കിൽ ഒന്നിലധികം ഇമേജസ് നമുക്ക് ഒരേ സമയം അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ക്യാമറയേക്കാൾ ക്ലാരിറ്റി കൂടുതലുണ്ടാവും. പിന്നെ ക്രോപ്പ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അപ്ലോഡ്, നമ്മുടെ ഗാലറിയിലോ മറ്റു ഫോൾഡറുകളിലോ ഉള്ള വർക്കുകൾ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യാനാണ് അപ്ലോഡ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അപ്ലോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഇമേജസ് ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് സാധാരണ വർക്കുകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ട് വരില്ല. എന്നിരുന്നാലും നമ്മൾ ചെയ്ത വർക്കുകൾ എവിടെയെങ്കിലും ലിങ്ക് ഫോർമാറ്റിൽ ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാനാണ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ്, അതേപോലെ സ്ലൈഡ്സ്, ഷീറ്റ്സ്, PDFs ഇവ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്തെങ്കിലും സെമിനാർ റിപ്പോർട്ടുകൾ, അതേപോലെ പ്രൊജക്റ്റ്, പ്രസൻറ്റേഷൻസ് ഇവയ്ക്കാണെങ്കിൽ നമുക്ക് ഈ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. തൽക്കാലം ഈ ക്വസ്റ്റിന് നമുക്ക് ഒരു ഇമേജ് ഫോട്ടോ എടുത്തിട്ട് അയക്കാണ് വേണ്ടത്. അതിനായി ഞാൻ സ്കാനർ എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. സ്കാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറകൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ക്യാമറ നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് ബോർഡിൽ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ എടുക്കുന്നു. ക്യാൻസൽ ചെയ്യാനും മുമ്പോട്ട് നീങ്ങാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ, കളർ ചേഞ്ച് ചെയ്യാൻ, ഇങ്ങനെ ഓപ്ഷൻസ് കാണാൻ പറ്റും. പിന്നെ ആഡ് ചെയ്യാനുള്ളതാണ് താഴെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് എന്നത് കാണുന്നത്. അതായത് ഒന്നിലധികം ഇമേജസ് ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് മറ്റൊരു പേജ് കൂടി നമുക്ക് ഫോട്ടോ എടുത്ത് അയക്കേണ്ടതിൽ പ്ലസ്സിൽ അമർത്തിയിട്ട് അടുത്ത ഇമേജ് എന്ത് ചെയ്യണം, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലസ്.
എനിക്ക് ജസ്റ്റ് ഒന്ന് ഇത് ക്രോപ്പ് ചെയ്യേണ്ടതുണ്ട്. അടിഭാഗം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രോപ്പ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ജസ്റ്റ് ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊരു ക്രമീകരണം നടത്താം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡൺ എന്ന ബട്ടൺ അമർത്തി വീണ്ടും പുറകോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലസ്സിൽ അമർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത പേജ് ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ ആകെ ഇത് മാത്രമേ ഉൾപ്പെടുത്താനുള്ളത് കൊണ്ട് ഞാൻ സേവ് ബട്ടൺ അമർത്തുന്നു. വർക്ക് അപ്ലോഡ് ചെയ്യപ്പെടുകയാണ് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക്. വർക്കുകൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഐക്കൺ പ്രത്യക്ഷമാകും, ഹാൻഡ് ഇൻ ഓർ ടേൺ ഇൻ. ചില ആളുകളിൽ ഹാൻഡ് ഇൻ ആയിരിക്കും, മറ്റു ചിലർക്ക് ടേൺ ഇൻ എന്നായിരിക്കും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയാണ് ടീച്ചർക്ക് വർക്കുകൾ സബ്മിറ്റ് ആവുന്നത്. ഇത് ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അയക്കുന്ന വർക്ക് ടീച്ചേഴ്സിന് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഹാൻഡ് ഇൻ ബട്ടൺ അമർത്തണം. അപ്പോൾ വീണ്ടും ഹാൻഡ് ഇൻ യുവർ വർക്ക്, വൺ അറ്റാച്ച്മെൻറ്റ് വിൽ ബി സബ്മിറ്റഡ് ഫോർ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന ടൈറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്, ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഹാൻഡ് ഇൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു കമൻറ്റ് വരുന്നതിൽ ഹാൻഡ് ഇൻ കൊടുക്കാം. വർക്ക് സബ്മിറ്റഡ് എന്ന കമൻറ്റ് വരും. ആ സമയത്ത് ടീച്ചർക്ക് നമ്മൾ നൽകുന്ന വർക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ നൽകിയ വർക്ക് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അൺസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺസബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.